പറയുമ്പോ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം ഓർക്കുന്നുണ്ട്. ഇന്നത്തേതായ ദിവസം നാം ഏറ്റവും കൂടുതൽ നാം ഓർക്കുകയും ചെയ്യുന്നത് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിച്ചുകൊണ്ടാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മദീനയിലുള്ള യഹൂദികൾ ഒരു ദിവസം പരിശുദ്ധമായ മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിൽ നോമ്പ് പിടിക്കുന്നതായിട്ട് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ അവിടെയുള്ള യഹൂദികളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസം നോമ്പ് പിടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെയും അവിടുത്തെ അനുയായികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതും ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊല്ലുകയും അവന്റെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തതിന്റെ ആദരസൂചകമായി അതിനോടുള്ള നന്ദി പ്രകടനമായിട്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനാ ഹഖ്ഖു ബി മൂസാ, ഞാനാണ് മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടതായ ആള്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ സ്വഹാബാ ലഇൻ ബഖീതു ഇലാ ഖാബിൽ ലഅസൂമന്ന താസിആ. സഹാബത്തെ, അടുത്ത വർഷം ഞാൻ ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പരിശുദ്ധമായ മുഹറം 9 കൂടി ഞാൻ നോമ്പ് പിടിക്കും. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എനിക്കും നിങ്ങൾക്കുമാണ്. നാമാണ് ആ ആദർശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. മഹാനായ നബിയുന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ തൗഹീദിന്റെ മന്ത്രോച്ചരണവുമായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചൊല്ലുകയാണ്. മൂസാ നബിയെ കൊണ്ട് അവർ വിശ്വസിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലേക്ക് പിറക്കാൻ പോകുന്നു എന്നറിഞ്ഞതോടുകൂടി ജ്യോത്സ്യന്മാര് പല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. ഒരു കുട്ടി ഈ രാജ്യത്തിൽ ജനിക്കും, ആ രാജ്യത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവ്വ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകും, ആ കുട്ടിയുടെ കരങ്ങളിലേക്ക് അധികാരം എത്തിപ്പെടുമെന്ന് ജ്യോത്സ്യന്മാര് അവിടെ ഭരിക്കുന്ന ഫറോവയോട് പറഞ്ഞതിന്റെ പേരിൽ അവിടെ ജനിച്ചു വീഴുന്ന ഓരോ ആൺകുട്ടിയെയും പിടിച്ചറുത്തിരുന്നതായ ആ ഒരു സംസ്കാരമായിരുന്നു ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹീയൂന നിസാഅഹും. അവിടെയുള്ള ആൺകുട്ടികളെ അറുക്കപ്പെടുമായിരുന്നു. വയസ്തഹീയൂന നിസാഅഹും, പെൺകുട്ടികളെ മാത്രം ശേഷിപ്പിക്കുമായിരുന്നു. അവരെ ജീവിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ആൺകുട്ടികൾ ജനിച്ചാൽ അവർക്ക് പിറക്കാനോ ജീവിക്കുവാനോ വളരുവാനോ ഉള്ള സ്വാതന്ത്ര്യം ആ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിൽ അവിടെയുള്ളതായ സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയുന്ന ഫറവ ഒരു നിലയിലും അനുവദിച്ചിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നിയോഗിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആൺകുട്ടികളെ അറുകൊല ചെയ്തിരുന്നതായ കാലഘട്ടത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മൂസാ നബിയെ പ്രസവിക്കുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നൈൽ നദിയിൽ പെട്ടിയിലാക്കി ഒഴുക്കുകയും അവസാനം ഫറോവയുടെയും ആസിയാ ബീവിയുടെയും കൺമുണ്ടിലേക്ക് അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കുട്ടി എത്തിപ്പെടുകയും അങ്ങനെ കൊട്ടാരത്തിൽ വെച്ച് ആ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് എടുക്കുകയും അവിടെ വെച്ച് വളർത്തുകയും കൊട്ടാരത്തിൽ തന്നെ രാജപുത്രന്മാരെ പോലെ എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടിയും അവിടെ വളരാനും അവിടെ ജീവിക്കുവാനും സ്വാതന്ത്ര്യത്തോടുകൂടി ഫറോവയുടെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുവാനും കിടക്കകളിൽ
പദവിയോടുകൂടി ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്നെ കൊടുക്കുകയാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവസാനം ഫറോവ വിശ്വസിച്ചില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ അനുയായികളെയും അതാ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഭൂമിയിൽ നിന്ന് മൂസാ നബിയെയും അവിടുത്തെ അനുയായികളെയും അവിടെയുള്ള പട്ടാളക്കാരും അതുപോലെ ഫറോവയും അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅഖദിനാഹു വജുനൂദഹു വനബദ്നാഹും ഫിൽ യമ്മി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വേച്ഛാധിപത്യം നടത്തിയിരുന്ന സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയിരുന്ന ഫിർഔനിനെയും അവന്റെ പട്ടാളക്കാരെയും അവന്റെ അനുയായികളെയും അല്ലാഹു പിടിക്കുകയാണ്. അവിടെ അതാ സമുദ്രത്തിൽ മുക്കി അവരെ നശിപ്പിക്കുകയാണ്. ചരിത്രം വിശാലമാണ്. പരിശുദ്ധമായ സൂറത്തു ഇസ്രായീലിലൂടെയും മറ്റുള്ള സൂറകളിലൂടെയും ധാരാളമായിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ ഫിർഔനിന്റെയും ചരിത്രങ്ങൾ പേരുകൾ ധാരാളമായിട്ട് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം. അവരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ നശിപ്പിക്കുകയാണ്. അവരെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധമായ മുഹറം 10 അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോടുള്ള നന്ദി പ്രകടനമായിട്ട് അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശൂറാ നോമ്പ് നിർബന്ധമാക്കിയത്. അന്നവര് പരിശുദ്ധമായ മുഹറം 10 നിർബന്ധമായിട്ടും നോമ്പ് പിടിക്കുന്നവരായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതുപോലെ അവരോട് അനുയായികളോട് ഞാനാണ് ഏറ്റവും കൂടുതൽ കടമപ്പെട്ടവരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും അവിടുത്തെ അനുയായികളോട് കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ മുഹറം 9-നും മുഹറം 10-നും നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ നിങ്ങൾ പിടിച്ചുകൊള്ളുക. ഈ പരിശുദ്ധമായ ആശൂറാ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ സമ്പത്തിൽ നിന്ന് അവൻ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിന്റെ മേൽ ചിലവഴിക്കേണ്ട ദിവസമാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ ദിവസത്തിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിന്റെ മേൽ വിശാലമായി ചിലവഴിച്ചാൽ ആർഭാടകരമായിട്ടില്ല, അല്ലാഹു നൽകിയതിൽ നിന്ന് നല്ല രീതിയിൽ ചിലവഴിച്ചാൽ മക്കൾക്കും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും കുടുംബാദികൾക്കും നല്ല രീതിയിലുള്ള ആഹാരം കൊടുത്താൽ നല്ല രീതിയിൽ വിശാലത ചെയ്താൽ മറ്റുള്ള വർഷങ്ങളിൽ പോലും മറ്റുള്ള മാസങ്ങളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന് അല്ലാഹു വിശാലത ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എങ്കിൽ ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിലാണ് നമ്മൾ നോമ്പ് പിടിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി കൂട്ടായ്മയോടുകൂടി ഇരുന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അല്ലാഹുവിനോട് നന്ദി പ്രകടനം നടത്തേണ്ടത്. അതല്ലാതെ നമ്മുടേതായ വീടുകളിൽ കല്യാണം കടന്നു വരുമ്പോഴോ അതുപോലെ ബർത്ത്ഡേ കടന്നു വരുമ്പോഴോ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോഴോ മറ്റുള്ള ചടങ്ങുകൾ നടത്തുമ്പോൾ എന്തെല്ലാം ആർഭാടകരമായി നാം ചിലവഴിക്കാറുണ്ട്, ഏതെല്ലാം ദൂർത്ത് നടത്താറുണ്ട്, എത്രത്തോളം ആഹാരപാനീയങ്ങൾ നമ്മൾ കളയാറുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, അതിനുവേണ്ടിയല്ല നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടത്. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളുടെ മേൽ കുടുംബത്തിന്റെ മേൽ നാം വിശാലത ചെയ്യുമ്പോ, ആർഭാടകരമാക്കാതിരിക്കുമ്പോ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വിശാലത ചെയ്യും.
മഹാനായ ഉയൈന റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന 40 വർഷത്തോളം പരിശുദ്ധമായ ആശൂറ ദിവസത്തിൽ അല്ലാഹു നൽകിയതിൽ നിന്ന് വിശാലത നൽകിയിട്ടുണ്ട്. അതിന്റെ പേരിൽ 40 വർഷവും അദ്ദേഹത്തിന് ദാരിദ്ര്യം വന്നിട്ടില്ല, ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദിവസത്തിൽ നമുക്ക് ഒരുപാട് ദിക്ർ ചൊല്ലാനുണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ 70 പ്രാവശ്യം നമ്മൾ ഓതിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ 70 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കോ. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ഈ ദിക്ർ ചൊല്ലിയതിന്റെ പേരിലാണ് അല്ലാഹു രക്ഷപ്പെടുത്തിയതും. 40ാമത്തെ ദിവസം ഭൂമിയിലേക്ക് തിമിംഗലം അതാ ഭൂമിയിലേക്ക് കരയിലേക്ക് വന്ന് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഛർദ്ദിക്കുകയും അങ്ങനെ ഭൂമിയിലേക്ക് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം എത്തിപ്പെടുകയും ആ ഭാഗത്ത് ചുരയ്ക്ക എന്ന് പറയുന്ന ഒരു മരം പിടിക്കുകയും അതിൽ നിന്ന് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം 40ഓളം ദിവസം ഭക്ഷണം കഴിക്കാതെ കിടക്കുകയായിരുന്നു. ഇതിൽ നിന്ന് കഴിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തിയത്. അങ്ങനെ പല പ്രവാചകന്മാരുടെ പ്രതിസന്ധികളും ഈ ദിക്റിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ അസ്തഗ്ഫിറുല്ലാഹൽ അസീം യാ ദൽ ജലാലി വൽ ഇക്റാം من كل ذنب وأتوب إليه